ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് KSRTCയുടെ യു-ടേൺ. പുതുതായി 220 ഡീസൽ ബസ്സുകൾ വാങ്ങുവാൻ ടെൻഡർ ക്ഷണിച്ചു. ഈ ബസ്സുകളോടുള്ള ഗതാഗത മന്ത്രിയുടെ വിയോജിപ്പാണ് ചുവടുമാറ്റത്തിന് പിന്നിലെന്നാണ് സൂചന. ഹ്രസ്വദൂര ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളിലേക്കാണ് പുതുതായി 220 നോൺ-AC ബസ്സുകൾ വാങ്ങാൻ KSRTC ടെൻഡർ ക്ഷണിച്ചത്. എല്ലാം 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ബസ്സുകൾ. KSRTC ഡീസൽ ബസ്സുകൾ കൂടി പതിയെ ഇലക്ട്രിക്കിലേക്ക് മാറ്റുമെന്നായിരുന്നു ഗതാഗത വകുപ്പ് മുൻ മന്ത്രി ആന്റണി രാജു പറഞ്ഞിരുന്നത്. 400 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ആന്റണി രാജു മാറി KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായതോടെ ഇലക്ട്രിക് ബസ്സുകളോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടായി. അടുത്തിടെ ഗതാഗത മന്ത്രി പുറത്തിറക്കിയ 32 സീറ്റുള്ള മിനി ബസ്സും 40 സീറ്റുള്ള AC പ്രീമിയം ബസ്സും ഡീസൽ എഞ്ചിനായിരുന്നു. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലോടുന്ന സിറ്റി സർക്കുലർ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന നേരത്തെ വലിയ വിവാദമായിരുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയും കിഫ്ബി ഫണ്ടും ഉപയോഗിച്ച് സ്വിഫ്റ്റാണ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയിരുന്നത്. അതിനാൽ ബസ് വാങ്ങുന്ന വകയിൽ ചെലവിനത്തിൽ വരുമായിരുന്ന കോടികൾ KSRTCയുടെ തലയിൽ നിന്നും ഒഴിവായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡീസൽ ബസ്സിലേക്കുള്ള ചുവടുമാറ്റം KSRTCക്ക് അധിക ബാധ്യതയുണ്ടാക്കുമെന്നാണ് ആക്ഷേപം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.